ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളോട് ചിരിക്കുന്ന എല്ലാ ആളുകളും നമ്മളുടെ ഹാപ്പിനെസ്സിൽ സന്തോഷിക്കുന്നവരല്ല. അതുപോലെ തന്നെ നമ്മുടെ സങ്കടങ്ങൾ കേൾക്കുന്ന എല്ലാ ആളുകളും മേ ബി നമ്മുടെ അച്ചീവ്മെന്റ്സിന്റെ സ്റ്റോറീസ് കേട്ടോളണമെന്നില്ല. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഹൗ ടു ഫൈൻഡ് ദ ഫേക്ക് പീപ്പിൾസ് അറൌണ്ട് us. നമുക്ക് ചുറ്റുമുള്ള ഫേക്ക് ആയിട്ടുള്ള മനുഷ്യന്മാരെ കണ്ടുപിടിക്കാനുള്ള 5 സൈൻസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് കാറ്റഗറി ഓഫ് ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആവശ്യമുള്ളപ്പോൾ മാത്രം നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നവർ. അതായത് ഇവരുടെ നീഡ്സിന് മാത്രമായിരിക്കും നമുക്ക് മെസ്സേജ് അയക്കുന്നതും കോൾ ചെയ്യുന്നതും. ഇപ്പോൾ നമുക്കൊരു ആവശ്യം വരികയാണ് ഇവരെ കൊണ്ട്, ഇപ്പം എന്തെങ്കിലും ഒരു ഇമോഷണൽ സപ്പോർട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ അവരെ തിരിച്ച് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഡിസപ്പിയർ ആയി പോകും. ഈ ഒരു കാറ്റഗറി ഓഫ് ആളുകളുടെ സൈക്കോളജിക് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ ഫ്രണ്ട്ഷിപ്പ് എന്നാണ് ഇതിന് പറയുന്നത്. ഇവരുടെ കോൺവെർസേഷൻ ഒക്കെ എപ്പോഴും വൺ സൈഡ് ആയിരിക്കും. ഇവർ നമ്മളടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഇവരുടെ നീഡ്സ് മാത്രമായിരിക്കും. ഇവരുടെ ഹാപ്പിനെസ്സോ അല്ലെങ്കിൽ ഇവരുടെ പ്ലാൻസോ ഇവരുടെ സങ്കടങ്ങളോ ഒന്നും ഇവർ നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. അതുപോലെ നമ്മളുടെ കാര്യങ്ങൾ കേൾക്കാനും അവർ റെഡി ആയിരിക്കില്ല. ഇനി രണ്ടാമത്തെ കാറ്റഗറി ഓഫ് ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഡോണ്ട് സെലിബ്രേറ്റ് യുവർ അച്ചീവ്മെന്റ്സ്. നിങ്ങൾക്ക് ഉണ്ടാവുന്ന നേട്ടങ്ങളൊന്നും അവരൊരിക്കലും സെലിബ്രേറ്റ് ചെയ്യില്ല. ഇവരുടെ സൈക്കോളജിക് റീസൺ, അതായത് ഇവരിങ്ങനെ ചെയ്യാനുള്ള സൈക്കോളജിക് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഹിഡൻ ആയിട്ടുള്ള ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടാവും. മേ ബി അതിനെക്കുറിച്ച് അവർക്ക് പോലും വലിയ ധാരണ ഉണ്ടാവില്ല. അതായത് നമുക്ക് അവരെക്കാൾ എന്തോ കൂടുതലുണ്ട് അല്ലെങ്കിൽ അവരെക്കാൾ ബെറ്റർ ആണ് നമ്മളെന്നുള്ളൊരു ഫീല്, ഒരു ഇൻസെക്യൂരിറ്റി അവരുടെ ഉള്ളിലുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ നേട്ടങ്ങളും ഒന്നും ആക്സെപ്റ്റ് ചെയ്യാൻ അവർ ഒരിക്കലും റെഡി ആവില്ല. അത് മാത്രമല്ല, ഇപ്പൊ നമ്മളുടെ എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റിന്റെ കാര്യം ഒരു ഡിസ്കഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അവർ അതിനെ കുറച്ചിട്ടാണ് എപ്പോഴും സംസാരിക്കുക. അതായത് ഇപ്പോൾ ഒരു ജോബ് കിട്ടിയ കാര്യമെന്ന് വിചാരിക്കുക, ഒരു എക്സാമ്പിള്. അപ്പൊ അവർ പറയും, ഓ അതൊക്കെ ആർക്ക് വേണമെങ്കിലും കിട്ടുന്ന ജോബാണ്, അല്ലെങ്കിൽ അതൊക്കെ ആർക്ക് വേണമെങ്കിലും നേടിയെടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ നമ്മുടെ അച്ചീവ്മെന്റ്സിനെ വില കുറച്ച് കണ്ടുകൊണ്ടാണ് അവരെപ്പോഴും നമ്മുടെ അടുത്ത് സംസാരിക്കുക. പിന്നെ നമ്മൾ എന്തെങ്കിലും നമ്മളുടെ ഒരു സക്സസ് സ്റ്റോറി അവരോട് സംസാരിക്കാനായിട്ട് പോകുന്ന സമയത്ത് അവർ പെട്ടെന്ന് തന്നെ ആ ഒരു ടോപ്പിക്കിനെ ചേഞ്ച് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ഇൻട്രസ്റ്റ് കാണിക്കും. ഒരിക്കലും നമ്മളുടെ സ്റ്റോറി കേൾക്കാൻ അവർ റെഡി ആയിരിക്കില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കരയുമ്പോൾ നമ്മുടെ കൂടെ ഇരിക്കാനും നമ്മുടെ സങ്കടങ്ങൾ കേൾക്കാനും ഒരുപാട് ആളുകൾ ഉണ്ടാവും. പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് ഉണ്ടാവുമ്പോൾ നമ്മുടെ റിലേറ്റീവ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും അത് നമ്മുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാൻ ഇത്രയും ആളുകളൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ശരിക്കും നമ്മളുടെ കൂടെയുള്ള റിയൽ ആളുകൾ എന്ന് പറയുന്നത് നമ്മുടെ അച്ചീവ്മെന്റ്സ് നമ്മളുടെ അതേ ഹാപ്പിനെസ്സോട് കൂടി സെലിബ്രേറ്റ് ചെയ്യാൻ കഴിയുന്നവരാണ്. ഇനി മൂന്നാമത്തെ കാറ്റഗറി, ദേ ടോക്ക് നെഗറ്റീവ്സ് അബൌട്ട് അതേഴ്സ് ടു യു. അതായത് നിങ്ങളെ കുറിച്ചിട്ടുള്ള കുറ്റവും കുറവൊക്കെ അപ്പുറത്ത് പോയി പറഞ്ഞു നടക്കുന്ന ആളുകളെ, ഇവരെയാണ് നമ്മൾ പ്രത്യേകം സൂക്ഷിക്കേണ്ടത്. സ്നേക്സ് എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് ഇവർ. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മളൊരു പുതിയൊരു ഔട്ട്ഫിറ്റ് വെയർ ചെയ്തിട്ട് നമ്മളിങ്ങനെ വരികയാണ്. അപ്പോൾ നമ്മൾ ഇവരുടെ അടുത്ത് ചോദിക്കും എങ്ങനെയുണ്ട് ചോദിക്കുമ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവരത് ഒരിക്കലും നമ്മളോട് പറയില്ല. നമ്മളോട് പറയും അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറാണ്, നിന്നെ കാണാൻ സെറ്റ് ആയിട്ടുണ്ട് എന്നൊക്കെ പറയും. എന്നിട്ട് നമ്മൾ അവിടുന്ന് മാറിക്കഴിയുമ്പോൾ നമ്മളുടെ കുറ്റങ്ങൾ ബാക്കിയുള്ളവരോട് പറഞ്ഞു നടക്കുന്ന ടീംസ് ആണ് ഇവര്. ഇവരുടെ സൈക്കോളജിക് എക്സ്പ്ലനേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് പൊതുവെ ഒരു ഗോസിപ്പിംഗ് ബിഹേവിയർ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ റിയൽ ആയിട്ടുള്ള ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മളോടാണ് പറയേണ്ടത്. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു വർക്കിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളോട് നൈസായിട്ട്, നമ്മൾ ജഡ്ജ് ചെയ്യുന്ന പോലെയല്ല, ഇത് ഇങ്ങനെ ചെയ്താൽ ഒന്നുകൂടി ബെറ്റർ ആവട്ടോ, ആ രീതിയിൽ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് വേണ്ടത്. പക്ഷെ ഈ ഒരു ടീംസ് എന്താ ചെയ്യുക, നമ്മളോട് പറയാതെ ബാക്കിയുള്ളവരോടൊക്കെ നമ്മുടെ കുറ്റങ്ങൾ പറഞ്ഞു നടക്കും. പിന്നെ ഇവരുടെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് നമ്മുടെ എല്ലാ കാര്യത്തിലും നല്ല അഭിപ്രായങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു കാര്യം പോലും ഇവർ നമ്മളോട് ഡയറക്റ്റ് ആയിട്ട് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടാവില്ല. സോ ഇത്തരത്തിലുള്ള ആളുകളെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. കാരണം നമ്മളെ പൊക്കി നമ്മളോട് പറയുന്നു, നമ്മളുടെ ഒരു നെഗറ്റീവും പറയുന്നില്ല. സോ ഇങ്ങനത്തെ ആളുകൾക്ക് ഫ്രണ്ട്സ് ഭയങ്കര കൂടുതലായിരിക്കും. പക്ഷെ ഇവരെ തിരിച്ചറിയാൻ നമ്മൾ കുറച്ച് ടൈം എടുക്കും. ഇനി ഫോർത്ത് വൺ, ദേ ഇൻവാലിഡേറ്റ് യുവർ ഫീലിങ്സ്. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനോട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പെയിൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സങ്കടം നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് വിചാരിക്കാം. നിങ്ങൾ മേ ബി കരഞ്ഞിട്ടൊക്കെ ആയിരിക്കും പറയുന്നത്. അപ്പൊ ആ സമയത്ത് ഈ ഫ്രണ്ട് നിങ്ങളോട് പറയാണ്, നീ എന്തിനിങ്ങനെ ഓവർ ഡ്രാമാറ്റിക് ആവുന്നത്, നീ ഇങ്ങനെ ഓവർ റിയാക്ട് ചെയ്യുന്നത് എന്തിനാണ്? അതായത് നമ്മുടെ ഫീലിങ്സിനെ വില കുറച്ച് കാണാം, നമ്മൾ വെറുതെ ഓവർ ആക്കുകയാണെന്നുള്ള രീതിയിൽ നമ്മളടുത്ത് സംസാരിക്കാം.
ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫീലിങ്സിനെ അവർ വാല്യൂ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അർത്ഥം. നമ്മൾ ഒരു തവണ ഇങ്ങനത്തെ ഒരു ഫ്രണ്ടിനോട് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ തവണ നമ്മൾ എന്തായാലും സങ്കടം വരുമ്പോൾ ആളടുത്തേക്ക് പോവില്ല. എന്നാലും ഇത്തരത്തിലുള്ള ആളുകളും നമുക്ക് ചുറ്റുമുണ്ട്. സോ ഇവരിങ്ങനെ കാണിക്കുന്നതിന്റെ ഒരു സൈക്കോളജിക്കൽ എക്സ്പ്ലനേഷൻ പറയാന്നുണ്ടെങ്കിൽ ഇവർക്ക് ലാക്ക് ഓഫ് എംപതി ആണ്. ഇവർക്ക് ഒരാളുടെ ഫീലിങ്സിനെ സിമ്പതിയോടുകൂടെ നോക്കിക്കാണാനല്ലാതെ എംപതിയോടുകൂടെ നോക്കിക്കാണാനുള്ള ക്യാപ്പബിലിറ്റി ഇല്ല എന്ന് വേണം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇനി ലാസ്റ്റ് ആയിട്ട് നമ്മുടെ 5ാമത്തെ ഗ്രൂപ്പ് ഓഫ് ആളുകൾ, ഇവരെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നല്ല രീതിക്ക് ബോഡി ഷേമിങ് ചെയ്യും. ഇപ്പൊ നമ്മളെ കാണുന്ന സമയത്ത്, ഇപ്പൊ നമ്മൾ കുറച്ച് കാലങ്ങളൊക്കെ കഴിഞ്ഞ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തടിച്ചു പോയല്ലോ, മെലിഞ്ഞു പോയല്ലോ, മുഖത്ത് പിമ്പിൾസ് വന്നല്ലോ, അതേപോലെ ഇരുണ്ട് പോയല്ലോ, വെളുത്തു പോയല്ലോ, അത്തരത്തിലുള്ള കോംപ്ലിമെന്റ്സ് ഒക്കെ പറഞ്ഞിട്ട് നമ്മളെ വല്ലാതെ ബോഡി ഷേമിങ് ചെയ്യും. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നെഗറ്റീവ്സ് മാത്രം എടുത്തു പറഞ്ഞിട്ട് നമ്മുടെ കോൺഫിഡൻസ് ലെവല് ലോ ആക്കി മാറ്റും. അതുപോലെ ഇവരുടെ അടുത്ത് സംസാരിച്ചിട്ട് ആ ഒരു കോൺവെർസേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തോ ഒരു ഭയങ്കരമായിട്ടൊരു ഇറിറ്റേഷനാണ് നമുക്ക് ഫീൽ ചെയ്യുക. നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് കുറഞ്ഞ പോലെ ഫീൽ ചെയ്യും, നമുക്ക് ഇൻസെക്യൂർഡ് ആയിട്ട് ഫീൽ ചെയ്യും. ഇത്തരത്തിലുള്ള ടോക്സിക് കൈൻഡ് ഓഫ് ഫ്രണ്ട്സും നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷെ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ നിങ്ങൾ മാക്സിമം ഡിസ്റ്റൻസിൽ നിർത്തുന്നതാണ് നല്ലത്. കാരണം ഇത് നമ്മളുടെ ഫ്യൂച്ചറിനെയും നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എഫക്ട് ചെയ്യും. കാരണം നമ്മുടെ കോൺഫിഡൻസ്, നമ്മുടെ ഇൻസെക്യൂരിറ്റി, ഇതൊക്കെയാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതിനൊക്കെ ഡിസ്ട്രോയ് ചെയ്യിക്കാൻ വരെ കഴിവുള്ള പവർഫുൾ ആയിട്ടുള്ള നാവുള്ള ആളുകളാണ് ഇവര്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ആളുകളെ നിങ്ങളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. പിന്നെ ഇവരുടെ ഒരു മെയിൻ ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് നമ്മളെ ഇൻസൾട്ട് ചെയ്യുക, എന്തെങ്കിലും പാസ്റ്റിൽ നടന്ന ഇവന്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം എടുത്തിട്ട് നമ്മളിങ്ങനെ കുത്തി കുത്തി നോവിച്ചുകൊണ്ടിരിക്കുക, ഇതൊക്കെ ആയിരിക്കും. ഞാൻ ഈ പറഞ്ഞ 5 ബിഹേവിയേഴ്സിൽ മേ ബി ഇതിൽ 1-2 ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ മേ ബി കാണാനായിട്ട് പറ്റും. പക്ഷെ ആ ഒരു ഒറ്റ ബിഹേവിയർ വെച്ചുകൊണ്ട് നിങ്ങൾ അവരെ കംപ്ലീറ്റ്ലി അവർ ഫേക്ക് ആണെന്ന് ജഡ്ജ് ചെയ്ത് പോകരുത്. ഈ പറഞ്ഞ എല്ലാ സിംറ്റംസും അല്ലെങ്കിൽ എല്ലാ ബിഹേവിയേഴ്സും കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിഹേവിയർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ അവരിൽ നിന്നും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ടത്. ഇത്തരത്തിലുള്ള ആളുകളെ നമ്മൾ മാക്സിമം ഡിസ്റ്റൻസിൽ നിർത്തി ഒരു ബൗണ്ടറി കീപ്പ് ചെയ്ത് നമ്മൾ അവരിൽ നിന്നും മാറി നിൽക്കുക, നമ്മുടെ മെന്റൽ ഹെൽത്തിനെ സേഫ് ആക്കി വെക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർവീസുകൾ ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇറ്റ്സ് മീ രാഷ്ന സൈനിങ് ഓഫ്.